ഹേ ഗൈസ്, അങ്ങനെ പുതിയൊരു വ്ളോഗ് കൂടെ തുടങ്ങുകയാണ്. ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഞാൻ മഞ്ചേച്ചിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. മഞ്ചേച്ചിക്ക് മനസ്സിലായി. എന്നിട്ട് കല്യാണപ്പണികളിലേക്ക് നമ്മൾ റെസ്യൂം ചെയ്യുകയാണ്. അമ്മച്ചിക്കും ആച്ചിയമ്മയ്ക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങി ഗൈസ്. ഇത് അമ്മച്ചിക്ക്. അമ്മച്ചി ശരിയായിട്ട് സെലക്ട് ചെയ്തു. അമ്മച്ചിയുടെ മരുമോളൊക്കെ കൂടി പോയി സെലക്ട് ചെയ്തതാണ്. മരുമോളല്ല, കൊച്ചുമോളല്ലേ ചാ? മരുമോളല്ലേ, മരുമോൾ അമ്മയ്ക്കാണ്. അമ്മയുടെ മരുമോളും കൊച്ചുമോളും കൂടെ പോയി വാങ്ങിച്ചതാണ്. ഇത് ആച്ചിയമ്മയ്ക്ക്. ആച്ചിയമ്മ രണ്ടുപേരും സുന്ദര കുട്ടപ്പിമാരായിട്ട് അങ്ങെത്തിക്കൊണ്ടു കേട്ടോ. ഓക്കെ കേട്ടോ അമ്മച്ചി? എന്താണ് ശരല്ലേ? ഓക്കെ, ഇനി നമ്മൾ കല്യാണം വിളി റെസ്യൂം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അടുത്തത് ഇനി ചാന്തമ്മേരെ വീട്ടിൽ പോയി വിളിക്കണം കേസ്. വിളിക്കണമല്ല, സാരി കൊടുക്കണം. ഇത് എനിക്കൊരു പണി കിട്ടി കേസ്. ഞാനാണെങ്കിൽ കീ ഇതിൽ ഓണാക്കി വെച്ചിട്ട് കീ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയി. ഇപ്പം ഞാൻ ഉരുട്ടിയാണ് സ്റ്റാർട്ട് ആക്കണത്. ചാന്തമ്മേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ചാന്തമ്മയുടെ അപ്പാപ്പൻ്റെയും വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ ഇന്ന് ഇവിടെ കാണാനില്ലല്ലോ രണ്ടുപേരെ. ശാന്തമ്മോ, ശാന്തമ്മ, പാപ്പോ, എങ്ക എല്ലാരും ഫോണിലാണോ? ശാന്തമ്മോ, അയ്യോ അയ്യോ, അയ്യോടാ, ഇതാരാ എന്റെ ഇടയിൽ കൂടെ ഫോണില്? ഉണ്ണിക്കുട്ടനാണോ ഫോണില്? ഞാനോ? ഞാൻ എന്തായിരുന്നു കേസ്. ശാന്തമ്മ പുതിയ ഉടുപ്പൊക്കെ കൊണ്ട് മടിക്കായിട്ട് വരണം കേട്ടാ. ഞാൻ വഴി ഉണ്ടാക്കാം, നോക്കട്ടെ. അപ്പാ പുതിയ ഉടുപ്പൊക്കെ ഇട്ടു ചിരിയാക്ക സുന്ദരനായിട്ട് വരണം കേട്ടാ. ഓക്കെ. ശാന്തമ്മ അങ്ങോട്ട് ആശുപത്രിയിലോട്ട് പോവാത്ത ഞാൻ പറഞ്ഞിട്ട് പോയല്ലേ അങ്ങോട്ട് ചെല്ലേ. ഞാൻ എത്ര വട്ടം പറയാണ്. ഞാൻ മോണ ഉറച്ച് ഇനി നമുക്ക് വെക്കാം, നൈസായിരിക്കും. ഇനി വയ്ക്കണ്ട, ഇനി മോനെ കുറച്ച് വെള്ളം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. ഇപ്പൊ വേനൊന്നും ഇല്ലല്ലേ ഇപ്പൊ? നോക്കട്ടെ, ഞാൻ റെഡിയാക്കാം. ഇത് എല്ലാവർക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ സന്തോഷം എന്ന് പറഞ്ഞ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണ ഗൈസ്. എന്താല്ലേ എൻ്റെ ജനറേഷനിൽ, എൻ്റെ ഒരു ജനറേഷൻ വന്നല്ലോ. ഇവിടെ ഉള്ള എൻ്റെ വീട്ടിലുള്ള എല്ലാം എന്നെക്കാട്ടും ചെറുതുങ്ങളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു എൻ്റെ കൊച്ചച്ഛൻ്റെ കല്യാണത്തിന് ശേഷം, അത് 10-30 കൊല്ലമായി. അതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കണ കല്യാണം, ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കണ കല്യാണമാണ്. ടാറ്റ, പോയിട്ട് വരാവേ. ഓക്കെ. ഇല്ല ശ്രദ്ധിക്കാം പാപ്പ. ഇത് നമ്മുടെ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവർക്കൊക്കെ ഇവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേസ്. എന്തായാലും അച്ഛൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തി, അതായത് അവിടെ അമ്മച്ചിയെ കണ്ടില്ലേ, അമ്മച്ചിയാണ് അച്ഛൻ്റെ അമ്മ. ആച്ചിയമ്മയും ശാന്തമ്മയൊക്കെ അമ്മച്ചിയുടെ അനിയത്തിമാരാണ്. ഓക്കെ, പോവാ അച്ഛനി. ഞാൻ വീണ്ടും വണ്ടി ഉരുട്ടി സ്റ്റാർട്ടാക്കട്ടെ ഗൈസ്. ചാന്തമ്മേരോടെ കല്യാണം വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പയ്യന്മാര് അവന്മാരൊരു ഹെവി എഫർട്ട് ഇട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഫുട്ടേജ് എടുത്തിട്ട് അതിനെ പിന്നെ കട്ട് ചെയ്ത് 30 മിനിറ്റാക്കി ഒരു ട്രഷർ ഹണ്ട്. അപ്പം എഫർട്ട് ഇടുന്ന എപ്പോഴും ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്, ഇറ്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. അങ്ങനെ അവന്മാരുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ലോഞ്ച് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ചാനൽ മലയാളി. ഇത് അവൻ്റെ ഫ്രണ്ട്സ് അല്ലേടാ? ഹലോ പിള്ളേരെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താടാ തംബ്നെയിൽ അല്ലേ? അടിപൊളി ചേട്ടാ. ജ്യൂസ് എന്താ നിങ്ങളുടെ സംരംഭമാണോ? സ്റ്റാർട്ടപ്പുകളാണോ? നല്ല കാര്യം, സംരംഭകർ വരട്ടെ. അപ്പൊ ഞാൻ ലോഞ്ച് ചെയ്യണം, അതല്ലേ സംഭവം? കാണിക്കൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇത്
പബ്ലിക് ആവും. അപ്പോൾ എന്തായാലും സേവ് കൊടുക്കട്ടാ. അപ്പോൾ ഒഫീഷ്യലി ട്രഷർ ഹണ്ട് ലോഞ്ച് ആയിരിക്കുന്നു. കൈയടാ എടാ. അപ്പൊ ഞാനിത് ഫൈനൽ ഔട്ട് വന്നപ്പോഴാണ് ഞാൻ കണ്ടില്ല മൊത്തത്തില്. പക്ഷെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്തോണം കേട്ടാ. കാരണം ഓഡിയോ ശ്രദ്ധിക്കണം. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതൊക്കെ അവൻ ശ്രദ്ധിക്കും വീഡിയോയിലൊന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ചാനലിന്റെ പേരെന്തായിരുന്നടാ? അജിൻ ചന്ദ്രന്റെ ചാനലിന് എല്ലാവിധ ഭാവങ്ങളും. അടി ഹൈഫൈ. ഓക്കെ, ഞാൻ കല്യാണം വിളി റെസ്യൂം ചെയ്തിട്ട് ഗൈസ്. വണ്ടിയുടെ ബാറ്ററി ചത്തു എന്നാണ് അവൻ പറയണത്. ചത്താടാ? മരിച്ചു, അന്തരിച്ചു എന്നൊക്കെ. പുതിയത് വെക്കാന്നാടാ? ഉച്ചക്ക് വീട്ടിൽ ഊന്ന് വാങ്ങിക്കാൻ വന്നായിരുന്നു ഗൈസ്. അമ്മയും വർഷയും കൂടെ അവരുടെ എന്തൊക്കെയോ ബ്ലൗസും അങ്ങനെ എന്തോ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് മാമിയൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പോൾ ഊണ് വേണം വീട്ടിലത്തേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ഊണും പൊരിച്ച മീനും വാങ്ങിക്കാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ഉന്തി സ്റ്റാർട്ടാക്കി. പക്ഷേ പെട്രോൾ തീർന്നുപോയി. അപ്പോൾ എൻ്റെ രക്ഷകനായിട്ട് വിഷ്ണു വന്നിട്ട് പറഞ്ഞിട്ട് ആ ബാറ്ററി കൂടെ മാറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വന്നേക്കാണ് കേസ്. ബാറ്ററി ഒന്ന് മാറ്റാം ഞങ്ങൾ. എന്തൊക്കെയോ കാര്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേസ്. എന്താ സത്യം ഇതെന്തരടാ? ചാർജ് കയറണം നോക്കാനുള്ള മൾട്ടിമീറ്റർ. 9 കാരണോളാം. ബാറ്ററി പോയാ? ഇല്ല, അത് ഞാൻ ഓടിച്ചടാ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇന്നലെ പോയി. ഇന്നലെ അല്ലടാ, ഞാൻ സത്യം പറഞ്ഞ ഷൂട്ടിന് പോണതിന് മുന്നേ ഓൺ ചെയ്ത് വെച്ചിട്ട് ആണ് പോയത്. അപ്പൊ തിരിച്ചു വന്നപ്പോ ഇതിങ്ങനെ കീ ഓൺ ആയിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ആവണില്ലായിരുന്നു. ചാർജ് കയറുമോ? അപ്പൊ പിന്നെ മാറ്റണ്ടല്ലോ. അതായാലും മതി. അപ്പം മാറ്റണ്ടെന്നെങ്കിൽ അപ്പം ചാർജ് ചെയ്യാൻ കൊടുത്താൽ മതി. കല്യാണം വിളി കഴിഞ്ഞ് എൻ്റെ മാതാശ്രീ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതാണ് അമ്മ എപ്പോഴും പറയാറുള്ള അമ്മയുടെ ലതമാമി. അമ്മയുടെ പാചകത്തിന്റെ നൈപുണ്യം അല്ലേ അമ്മ? ലതമാമി അമ്മാമേരെന്നാണ് അമ്മയുടെ ഓൾ ഇൻ ഓൾ അല്ലേ? കുഞ്ഞുനാൾ മുതലല്ലേ കൂട്ട്. ഞങ്ങള് ചെറുതായിരുന്നപ്പോ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആണല്ലേ? അടിപൊളിയാണ്. മാമ ഗൾഫിൽ നിന്ന് കാശ് അയക്കുന്നു, ഞങ്ങളെ കൊണ്ടുപോകുന്നു, മുരുകുമ്പുഴ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു, സിനിമ കാണിക്കുന്നു, എല്ലാം വാങ്ങി പറക്കി കൊണ്ടു തന്നു. അടിപൊളി. നിങ്ങൾ രണ്ടുപേരുടെ ഗ്യാങ് ആയിട്ടാ പോയ കല്യാണം വിളിക്കാൻ? വിളിച്ചാ എന്നിട്ട് എല്ലാരെയും? അമ്മാമ്മയുടെ കൂട്ടുകാരികളൊക്കെ വിളിക്കാണ്ട് വിളിച്ചാ? സന്തോഷിനെ വിളിച്ച്, എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. അമ്മാമ്മ എങ്ങനെയുണ്ട്? റൂമും ബാത്റൂമും സെറ്റ് അല്ലേ? അമ്മയാണ് സുഹൃത്തുക്കളെ കാണിച്ചു കൊടുത്തു. കാണുന്നവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടാച്ചാ. കാണുന്നവർക്കല്ലേ ഇഷ്ടപ്പെടും. കുറച്ചും തള്ളണോ അമ്മാമ്മ? അമ്മാമ്മയുടെ എന്റെ മാമന്റെ മരിച്ചുപോയാ? നിന്നെ ഗർഭിണി 4 മാസമായിരുന്നു. ആണോ? അത് അവൾക്ക് വേണ്ടിയാണ് അലമാര വാങ്ങിയത്. അത് അവൾക്കുള്ള ഹൈറ്റിന് ഒപ്പിച്ച മിറർ എല്ലാം ഇവിടെ ആലോചനയിലാണ് ഇപ്പോഴും. അത് കുഴപ്പമില്ല അമ്മ, അങ്ങനെ കിടന്നോട്ടെ. ഇനി ഒരു സാധനമുണ്ട്, പോർച്ചും കൊണ്ടുണ്ടോ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അതാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം. ഓ, ഇവിടെ ചില്ലടിക്കാം. മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഞാനുണ്ടല്ലോ ഗൈസ്, ഞാൻ ഫോൺ വിളിച്ചിട്ടും ഒരറ്റം പറ്റണില്ല. അയ്യോ, എന്തായാലും ഇന്ന് ഫുള്ളും ഞാൻ ഈ ഫോൺ വിളിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അല്ലാതെ അമ്മ വന്നപ്പോഴേ അവിടെ മിക്സർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന്, ആലിങ്ങ ഉണ്ടാക്കിക്കൊണ്ടുവന്ന്, സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിപ്പം മനസ്സിലായി അമ്മയുടെ ഈ സീക്രട്ട് റെസിപ്പീസൊക്കെ എവിടെ നിന്നാണ് വന്നത്. പിന്നെ ഗൈസ്, വിഷ്ണു ബാറ്ററി മാറ്റി ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് കുട്ടപ്പനാക്കി കൊണ്ടുവന്നു. നോക്കമ്മ, വണ്ടി കുളിപ്പിച്ചു കൊണ്ടുവന്നു. അത് ഇതമ്മ ഡീസൽ വാഷ് ചെയ്തോണ്ടേ അത് പുകയും. കുഴപ്പമില്ല, ഒന്നും പ്രശ്നമൊന്നുമില്ല. അതമ്മ ഇവിടെ പുക പറഞ്ഞുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ലമ്മ. അത് ഞാൻ ചിരിച്ചതമ്മ, വെറൈറ്റി ചിരിയല്ലേ. എന്താ ഇനി അടുത്ത ആർക്കച്ച കൊടുക്കാൻ പോണത്? ഡീസലിന്റെ പുക. ഇനി ആർക്കച്ച കൊടുക്കണത്? പുകഞ്ഞോണ്ടിരിക്കണത്.
സന്ദീപ് അവിടെ പോയാന്തോ ഒരു ചക്ക നിന്റെ വണ്ടിക്കകത്തിരിക്കണം. ആ ബെസ്റ്റ്. അമ്മ പോയി കഴിഞ്ഞാൽ ചക്ക മാങ്ങയൊക്കെ കയറും എന്റെ വണ്ടിയില്. വരിക്ക ചക്ക. ആ അത് കൊള്ളാം. വിജയ് എടുത്തോണ്ട് പോയി. കൊണ്ടുപോയാ? ആ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പകുതി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. പകുതി വേണ്ട, കുറച്ച് മതി. എങ്ങോട്ട് പോണ? നേരെ പോറ്റിയുടെ വീട്ടിലേക്ക്. പോറ്റിന്ന് പറഞ്ഞ അമ്മച്ചിയുടെ സഹോദരി ഇളയ സഹോദരനും തൊട്ട് മുകളിലുള്ള സഹോദരനും. അവർക്ക് രണ്ടുപേർക്കും കൂടെ നമ്മൾ ഡ്രസ്സ് കൊടുക്കണം. ഓക്കെ പോവാ. പോറ്റിയേ ഹലോ ലേ കുഞ്ഞമ്മ. ഗൈസ് ഇതാണ് നമ്മുടെ ആലപ്പുഴയുള്ള മിനുക്കുഞ്ഞമ്മയുടെ അച്ഛൻ. ഹോ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കട്ട് പോറ്റി, കൺഫ്യൂഷനാണ് ആൾക്കാർക്ക്. മിനുക്കുഞ്ഞമ്മയുടെ അനിയത്തിയാണ് ലേ കുഞ്ഞമ്മ. പോറ്റി അച്ഛൻ്റെ അമ്മയുടെ അനിയൻ. ഹോ ബന്ധങ്ങൾ പറഞ്ഞ് ക്ലിയർ ആയി കൊടുത്ത്. അപ്പോൾ കുഞ്ഞമ്മ അച്ഛൻ്റെ അനിയത്തി. അനിയത്തിയല്ലേ? ആ എവിടെ മോളെവിടെ? ആണാ പഠിക്കാൻ പോയാ? ആണാ അടിപൊളി. പോറ്റി ഐശ്വര്യമായിട്ട് മേടിക്കുക. ആ ഓക്കെ അടിപൊളി. അടിപൊളിയാക്കണ്ടേ പരിപാടി? നമുക്ക് പൊളിക്കാം കുഞ്ഞമ്മ. പൊളിക്കണം. അങ്ങനെ അവസാനം ഞങ്ങൾ വാമദേവൻ പോറ്റിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോറ്റിയെ ഐശ്വര്യമായിട്ട് വാങ്ങുക. നമുക്ക് അടിപൊളിയാകണം. മാമി ഇപ്പോഴാണോ പറയണ മാമി അല്ല എന്റെ കുഞ്ഞമ്മയാണെന്ന്? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ മാമി എന്നാണ് വിളിക്കണം. മാമി ഡ്രസ്സൊക്കെ എടുത്തായിരുന്നോ? സെറ്റ് അല്ലേ? ആ ഓക്കെ. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാമി പോയിട്ടാവേ. ഇനി ഞാൻ വീട്ടിലേക്ക് പോകട്ടെ സുഹൃത്തുക്കളെ. രാത്രി 10:30 ആയപ്പോൾ എൻ്റെ ഡിന്നർ വീട്ടിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ന്യൂയോർക്ക് ചിക്കനിൽ നിന്നും നന്ദു റിപ്പോർട്ട് ചെയ്തുകൊണ്ട്. എല്ലാ ദിവസവും രാത്രി ഇപ്പൊ ഇതാണ് എന്റെ പരിപാടികള്. എടാ എനിക്ക് ടെൻഷൻ ആവണല്ലേ ആ കല്യാണം അടുത്തടുത്ത് വരുമ്പോ. ആണല്ലേ? ആണല്ലേ? കാരണം ഒരുപാട് എലമെന്റുകൾ ഇതിനകത്ത് ആഡായി വന്നോണ്ടിരിക്കുകയാണ്. നീ പറയണ നിനക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ടെൻഷൻ. അല്ലടാ നീ ഒന്നും അറിയണില്ല എന്നുള്ളതാണ് സത്യമല്ലേ? എല്ലാം നല്ലതായിട്ട് നടന്നാ മതിയായിരുന്നു ഭഗവാനെ. ഇന്ന് തന്നെ പൊന്നു ഒരു എത്ര നേരത്തെ മെസ്സേജും ഫോൺ വിളിന്നൊക്കെ അറിയാമോ? പൊന്നാണ് മാനേജർ. അവള് കിടന്ന് വിളിയും ബഹളവും ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ എന്റെ കോൾ പോലും എടുക്കാൻ പറ്റുള്ളൂ. എടേ നീ നിന്റെ കോൾ എടുക്കാൻ ഒരാളെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കൊടുത്താ ഒരാളെ തൽക്കാലം ആക്കിയിരിക്കുന്നു. ആ എടുക്കണ ആളുടെ വിധിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആ ഫോണ് അടിക്കാതെ കണ്ടിട്ടില്ല. മിനിറ്റ് വെച്ച് കോളാണ് കേസ്. ഇന്ന് പോയടാ നമ്മുടെ അച്ഛൻ പറഞ്ഞ നമ്മുടെ കാരണവന്മാർക്കെല്ലാം ഡ്രസ്സ് കൊടുത്ത് എന്നിട്ട് വന്ന് അനുഗ്രഹം വാങ്ങിച്ച് വന്ന് റെഡി ആയിട്ടിരിക്കണം. ഇത് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ഒരാഴ്ച മുമ്പൊക്കെ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് ചെയ്യേണ്ടതാണ്. അഡ്വാൻസ് കാരണം ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എറിവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഈവന്റ് ആണ് അടുത്തൊരു മാസം കംപ്ലീറ്റ്. കേട്ടാ ഒരു 1-ാം തീയതി ഒരു 8-എന്ന് പറഞ്ഞാൽ 5-ാം തീയതി തൊട്ടേ തുടങ്ങിയാണ് പരിപാടി. 5-ാം തീയതി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസം 30-ാം തീയതി വരെ ഞെരിച്ച് പിടിച്ച ബഹളമായി. അതെ. പക്ഷെ കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് 5-ാം തീയതി വരെ ഷൂട്ടാണ്. ഈ വ്ളോഗ് മിക്കവാറും നിങ്ങൾ കാണുന്ന 4-ാം തീയതി ആയിരിക്കും അല്ലെങ്കിൽ 5-ാം തീയതി ആയിരിക്കും. ഇന്ന് ആക്ച്വലി എൻ്റെ ഷൂട്ട് കഴിയും ഗൈസ്. ഇത് കഴിഞ്ഞ് പിന്നെ ഫുൾ കല്യാണ തിരക്കുകളായിരിക്കും. കല്യാണ വൈബ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഉത്തരവാദിത്തമൊക്കെ ഏൽപ്പിക്കേണ്ട ആൾക്കാരെ ഏൽപ്പിച്ച് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ വന്ന് ഇതൊന്ന് എൻജോയ് ചെയ്ത് തുടങ്ങാൻ പറ്റുമെന്ന്. ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നവരെ നമ്മുടെ മനസ്സിൽ ടെൻഷൻ. ഇവിടെ വന്നിട്ടിടാനുള്ള ഡ്രസ്സൊക്കെ നമ്മള് പോയി എടുത്തെന്ന് പറഞ്ഞു. അമ്മ ബ്ലൗസ് എല്ലാരും 4 വാക്കിന് എല്ലാരും ഓട്ടോ ഇടാ കേട്ടാ. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു കേട്ടാ. നീ ഇവ ഒന്നും അറിയണമില്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യണം. നിന്റെ മാനേജർ വിളിച്ചിട്ടും പറഞ്ഞ അതാണ്. കാർത്തികിനെ വിളിച്ചിട്ട് കിട്ടില്ല ചേട്ടാ. ചേട്ടാ ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്താലോ? എല്ലാരും കൂടെ ഒക്കെ ഉള്ളോണ്ട് നടക്കണേ സത്യം. ഇതൊരു വമ്പിച്ച ഗ്രൂപ്പ് എഫേർട്ടാണ്. ഇതൊന്ന് ഇത്രയൊക്കെ നടത്തി കഴിയുകയാണെങ്കിൽ ഒരു വലിയ ഇവന്റ് ഒക്കെ നമുക്ക്
പുഷ്പം പോലെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. എടാ കുറെ കമന്റ് ഉണ്ട് നീ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങണമെന്ന്. പറയല്ലേ ഓ സത്യം. എടാ ഇത് പറയുന്ന കണക്കല്ല, സത്യം പറഞ്ഞാൽ നല്ല രസമാണെങ്കിൽ കാണുന്നവർക്ക് രസമാണെങ്കിൽ നമുക്ക് ടെൻഷനാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്റ്റേജിന്റെ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ സ്പെക്ട്രം ഇവന്റ് ഇതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിന്റെ ഫുഡിന്റെ കേസിന്റെ അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ തലേ ദിവസത്തെ ഡെക്കറേഷൻ പന്തലിന്റെ ആൾക്കാർ അത് അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പാരലിൽ നമ്മളെ വിളിക്കും ഓരോ ഡൗട്ട് വരുമ്പോഴത്തേക്ക്. ഇവരൊക്കെ ആരെയാ വിളിക്കുന്നത്? എന്നെ വിളിക്കും. ഇതുകൊണ്ടോ അല്ല എന്റെ അടുത്ത് പറഞ്ഞിരിക്കണതാണ് സത്യത്തിൽ ഇത് കാർത്തിക്കേണ്ട കല്യാണമാണോ നിങ്ങളെ കല്യാണോ എന്നിട്ടാണ് ചോദിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പ്രസവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നീ പ്രസവിച്ചോ? ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. അയ്യോ എന്റെ വണ്ടിയിൽ ഇനി അടുത്ത തേങ്ങ വീഴേ. അയ്യോ എന്റെ ഡയറ്ററി ഫുഡാണ് നന്ദുവിന്റെ ന്യൂയോർക്ക് ചിക്കൻ ഇന്ന് വരുന്നത്. ഒരു സലാഡ്, അത് മറ്റേ ക്യാബേജ് മറ്റേ ക്യാരറ്റും ഒക്കെ. പിന്നെ ഇത് ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസ്, ക്യാരറ്റ്, ടൊമാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ക്യാബേജ് അല്ലേ ഞാൻ തിന്നോണ്ടിരുന്നത്? ലെറ്റ്യൂസ് ആണല്ലേ. പിന്നെ മറ്റേ ഗ്രിൽഡ് സ്ട്രിപ്പ് ചിക്കനും. കിണ്ണം ഫുഡാണ്, നല്ല ടേസ്റ്റുമാണ്, എന്നാൽ ഡയറ്ററി ആണ്. ഞാൻ വീണ്ടും 74ലേക്ക് കടന്നിരിക്കുന്നു. 74ലോട്ട് കടന്നു. പക്ഷേ ഈ ഷുഗർ കട്ടാണ് നിന്നെ തെളിയിക്കണം. എന്റെ മുഖത്തൊരു തെളിച്ചമുണ്ട് മുഖത്ത്. ആ അല്ലേ. പക്ഷെ കല്യാണത്തിന്റെ ടെൻഷനും ഉണ്ട്. അതെ, എല്ലാം കൂടെ കലർന്നൊരു ഇതാണ് ഗൈസ്. എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മൾ ഒരുവിധം ഒതുക്കി. ഡൽഹിയിലുള്ള എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ ഇന്നിരുന്ന് വിളിച്ച് തീർത്ത്. അപ്പം അവരൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങ് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു ഗൈസ്. എല്ലാവരും ജോലിയൊക്കെ ഉള്ളതല്ലേ. നമുക്ക് വിളിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് വരികയാണെങ്കിൽ റൂം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നാളെ വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. ഇന്നിരുന്ന് ഞങ്ങൾ ഇനി ബാക്കി പ്ലാനിങ്ങുകൾ നടത്തട്ടെ. ഓക്കെ, ബൈ ബൈ, സീ ടുമാറോ.